പെരുമ്പാവൂർ മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രത്തിന് തുടക്കമായി. മഹാസത്രത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച രഥഘോഷയാത്രയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അണിനിരന്നു. തുടർന്ന് യജ്ഞവേദിയിൽ വിഗ്രഹ പ്രതിഷ്ഠയും ധ്വജാരോഹണവും ഭാഗവത ഗ്രന്ഥ സമർപ്പണവും നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച രഥയാത്ര തൃക്ക ജംഗ്ഷനിലെത്തിയപ്പോൾ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കൃഷ്ണവിഗ്രഹങ്ങളുമായി വരവേറ്റത്. അമ്മമാരും ബാലികമാരും ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹങ്ങൾ കയ്യിലേന്തി കൃഷ്ണനാമം ഉരുവിട്ട് രഥയാത്രയ്ക്കൊപ്പം യജ്ഞവേദിയിലേക്ക് നടന്നു. കൃഷ്ണവിഗ്രഹവും ഭാഗവതവും കൊടിമരവുമായി ക്ഷേത്രസന്നിധിയിൽ രഥഘോഷയാത്ര എത്തിയ ശേഷം ചടങ്ങുകൾക്ക് തുടക്കമായി. യജ്ഞവേദിയിലെ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ശ്രീകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. ശബരിമല ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ എഴീക്കോട് ശശി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ധ്വജാരോഹണം നടന്നു. തുടർന്ന് ഭാഗവതോത്തംസം TR രാമനാഥൻ ഭാഗവത ഗ്രന്ഥം സമർപ്പിച്ചു. ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രത്തിന് വിപുലമായ തുടക്കമായിരുന്നുവെന്ന് സത്രം ചെയർമാൻ NP ബാബു പറഞ്ഞു. ഇന്ന് നമ്മുടെ സത്രമാരംഭ സഭയെ തുടങ്ങുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ ഇന്നിവിടെ 1008ഓളം വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്രയാണ് ഇവിടെ വിഭാവനം ചെയ്ത് ഇവിടെ വളരെയേറെ ആളുകൾ എത്തിയിരിക്കുന്നതും അതോടൊപ്പം തന്നെ TSCയുടെ ഗാനസത്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ തുടങ്ങുകയാണ് സാഹചര്യം. സത്രത്തിൽ മാക്സിമം ആളുകളെ ഈ എറണാകുളം ജില്ലയിലുള്ള മാക്സിമം ആളുകൾ നമ്മുടെ ക്ഷേത്രത്തിൽ വന്നു പോവുക മാത്രമല്ല നമ്മുടെ തൃക്ക ക്ഷേത്രത്തെ ഒരു വലിയൊരു രീതിയിലേക്ക് എത്തിക്കുക, കേരളം കണ്ടതിലും ഇന്ത്യയിൽ കണ്ട ഏറ്റവും വലിയ ക്ഷേത്രമാക്കി മാറ്റണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള ഒരു പ്രയത്നമായിരുന്നു ഞങ്ങൾ ഒരു വർഷക്കാലമായി നടത്തിയിരുന്നത്. ക്ഷേത്രത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ക്ഷേത്രം പ്രസിഡന്റ് ശ്രീജിത്ത് ശർമ്മയും ദശാവതാര മഹാസത്രത്തെക്കുറിച്ച് വൈസ് ചെയർമാൻ ബിജു മിത്രയിലും വ്യക്തമാക്കി. ഏകദേശം 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. വട്ട ശ്രീകോവിലാണ്, മൃഗപടിയുണ്ട്, അതുപോലെ ഇടതുഭാഗത്തായിട്ട് ദക്ഷിണാമൂർത്തിയും ഗണപതിയുണ്ട്. ഇതൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചേര രാജാക്കന്മാരുടെ കാലത്ത് പണിത ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. 24 വർഷത്തെ ഭാഗവത സപ്താഹവും ദശാവതാര ചന്ദനം ചാർത്തലും കഴിഞ്ഞതിന് ശേഷം 25ാമത്തെ വർഷം ഭഗവാനിൽ നിന്നൊരു അരിപ്പാടുണ്ടായി. ഈ വർഷം ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രം തന്നെയായി നടത്തണമെന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് പറ്റിയ ഒരു ടീമും എല്ലാ വിധത്തിലും ഭഗവാൻ ഞങ്ങൾക്ക് തന്നു. എല്ലാത്തിൻ്റെയും പര്യവസാനമായിട്ടുള്ള രീതിയിൽ തുടക്കം ആദ്യമേ തന്നെ നമുക്ക് എല്ലാ വിധത്തിലും നല്ല സിംറ്റംസും കിട്ടി. ഭക്തജനങ്ങൾ ഒഴുകിയെത്തുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി സേവാഭാരതിയും സജീവമാണ്. കുടിവെള്ളവും ആംബുലൻസ് സർവീസുമൊക്കെയായി നിരവധി സേവനങ്ങളാണുള്ളത്. ക്ഷേത്ര കമ്മിറ്റി ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന സംവിധാനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിവെള്ള വിതരണം നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യുന്നൊരു പ്രവർത്തനമാണ്. വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ ആ സത്രവേദിയിലും അതേപോലെ വരുന്ന വഴികളിലും എല്ലാം ചൂടുവെള്ളവും അതോടൊപ്പം തന്നെ പൂജയിലാക്കിയിട്ടുള്ള തണുത്ത വെള്ളവും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു മെഡിക്കൽ ടീം ഇവിടെ ഉണ്ട്. ഡോക്ടറുടെ സേവനം ലഭ്യമാണ്, ആംബുലൻസ് സർവീസ് ലഭ്യമാണ്. അതോടൊപ്പം നമ്മുടെ ഈ സത്രത്തിൻ്റെ ഓരോ ദിവസവും സത്രത്തിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു കഴിയുമ്പോൾ പരിസരം ക്ലീൻ ചെയ്യുക, ഈ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ജനസഞ്ചയത്തിൽ പുണ്യയജ്ഞത്തോടെ ഭക്തിസാന്ദ്രമാവുകയാണ് തൃക്കയിൽ ക്ഷേത്രം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാസത്രത്തിൽ ആത്മീയ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യവും ഉണ്ടാകും. ജനം, കൊച്ചി.